ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ഈശോയുടെ നാമം മഹത്വപ്പെടുത്താനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന്. എൻ്റെ പേര് ജിനി, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക പായിപ്പാട് ലൂർദ് മാതാ ചർച്ചാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 9 ഞാനൊരു നേഴ്സാണ്. എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാനൊരു 2013 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സ്റ്റാഫ് നേഴ്സിൻ്റെ PSC എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഏറ്റവും നല്ല കോച്ചിങ് സെൻറ്ററൊക്കെ തിരഞ്ഞെടുത്ത് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തൊക്കെ ഞാൻ പഠിച്ച് എക്സാം എഴുതിയിട്ടുണ്ട്. എങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും എൻ്റെ പേര് വന്നിട്ടില്ല. അങ്ങനെ എൻ്റെ കഴിവുകൊണ്ട് ഇനി എനിക്കൊരു ജോലി കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഏജ് ഓവർ ആകാറായി. അപ്പോൾ ഞാൻ ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്ന അതിൻ്റെ എക്സാമിൻ്റെ 2 മാസം മുന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ എന്നെ ഉൾപ്പെടുത്തി എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ എക്സാം വന്നു. എക്സാമിന് കാശുരൂപവും നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് പോയത്. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മാർക്ക് കട്ട് ഓഫ് മാർക്കിലും താഴെയായിരുന്നു. ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് എനിക്ക് റിസർവേഷനൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചപ്പം PSC ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് EWSൻ്റെ സർട്ടിഫിക്കറ്റിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഞാനതിന് അപ്ലൈ ചെയ്യാനായിട്ട് പോയി. വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ ഓഫീസിന് പുറത്ത് വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അകത്ത് കയറുന്നത്. അങ്ങനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയച്ചുരുക്കത്തിൽ എനിക്ക് ഒത്തിരി കയറി ഇറങ്ങി നടക്കേണ്ടതായിട്ടൊന്നും വന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വെരിഫിക്കേഷന് പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴെല്ലാം PSC ഓഫീസിൽ വിശുദ്ധ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ EWS കാറ്റഗറിയിൽ 3ാമത്തെ റാങ്ക് നൽകി ഈശോയും അമ്മ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി തന്നെ മുന്നോട്ട് പോയി. ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ ഞാനും അമ്മയോടൊരു ഡേറ്റ് പറഞ്ഞു. 2026 മെയ് മാസത്തിന് മുന്നേ എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴും എനിക്ക് അറിയില്ല, ഇത്രയൊരു കുറച്ച് സമയമുള്ളൂ, അതിനുള്ളിൽ ജോലി കിട്ടുമെന്നൊന്നും അറിയില്ല. എങ്കിലും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. എൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞില്ല, സാക്ഷ്യം ഇവിടെ എഴുതി കൊടുത്തിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, 7 തവണ ഉടമ്പടി പുതുക്കിയിട്ടും അൾത്താരയിൽ സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ മാതാവ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് അതിനർത്ഥം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനന്ന് ഇവിടുന്ന് പോകുമ്പം ഇവിടെ നിന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒത്തിരി അടയാളങ്ങളെല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷം സുഗന്ധാഭിഷേകമായിട്ടും തിരിയിലും അതുപോലെ ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഡ്രസ്സിലൊക്കെ ആണെങ്കിലും ഒത്തിരി അടയാളങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തത് ഒരു 9ാം മാസം, അതായത് സെപ്റ്റംബർ മാസത്തിലാണ്. അതുപോലെ എൻ്റെ എക്സാം ഒരു നവംബർ 9 ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന മാർച്ച് 19. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 29 ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഒരു ഡിസംബർ 9 അങ്ങനെ എല്ലാത്തിലും 9 എന്നുള്ളൊരു ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ 9ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ എനിക്ക് ഈ അൾത്താരയിൽ നിന്ന് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറുമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് അമ്മ അനുഗ്രഹിക്കണം, ഈശോയിൽ നിന്ന് എനിക്കൊരു ജോലി വാങ്ങിത്തരണമെന്ന് പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ 8ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഇവിടെ വരാനും എൻ്റെ റാങ്ക് ലിസ്റ്റ് കൊണ്ടുവന്ന് ഞാൻ അമ്മയുടെ രൂപത്തിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. ആ മാസം തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അങ്ങനെ ഡിസംബർ കഴിഞ്ഞ് ജനുവരിയും ഫെബ്രുവരി ആദ്യമൊക്കെ ആയിട്ടും ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. അപ്പോൾ ഫെബ്രുവരി 28 എൻ്റെ 9ാമത്തെ ഉടമ്പടി പുതുക്കേണ്ടത്. ഞാൻ കൃത്യമായിട്ട് വന്ന് ഉടമ്പടി പുതുക്കുന്ന ആളാണ്. അപ്പം ഫെബ്രുവരി ആദ്യമൊക്കെ ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ്, കുഴപ്പമില്ല, എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും എപ്പോഴാണോ ഇഷ്ടം അന്നേരം ജോലി തന്നാൽ മതി. എന്ത് തന്നെ ആയാലും ഞാൻ 28 വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി, 9ാമത്തെ ഉടമ്പടി പുതുക്കി. ഞാൻ മുന്നോട്ടും ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫെബ്രുവരി 18 എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതും ദൈവാനുഗ്രഹത്താലും അമ്മയുടെ സംരക്ഷണത്താലും
നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റിനൊരു പൊട്ടലുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അന്ന് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞുകൊണ്ട് എനിക്ക് ആ 28-ാം തീയതി ഇവിടെ വരാനോ ഉടമ്പടി പുതുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എനിക്ക് അതിലൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ മാർച്ച് ഫസ്റ്റ് വീക്ക് ഓൺലൈനായിട്ട് എൻ്റെ ഉടമ്പടി പുതുക്കി. അങ്ങനെ മാർച്ച് 9 ആയപ്പോഴത്തേക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു 14 വേക്കൻസി ഞങ്ങളുടെ ലിസ്റ്റിന് കിട്ടും. അതിൽ 14ാമത്തെ ആളായിട്ട് എന്നെയും ഉൾപ്പെടുത്തി എൻ്റെ ഈശോയും അമ്മ മാതാവും അനുഗ്രഹിച്ചു. അങ്ങനെ മാർച്ച് 28-ന് എൻ്റെ അഡ്വൈസ് പ്രൊഫൈലിൽ വന്നു. അപ്പോഴും എനിക്ക് ഇവിടെ വന്ന് നന്ദി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അപ്പോൾ എനിക്കൊരു സിവിയറായിട്ടൊരു ബ്ലീഡിങ് വരുവും ചെറുതായൊരു സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അപ്പോഴും എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. അങ്ങനെ ആ സമയം അപ്പോഴത്തേക്കും എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ എൻ്റെ കയ്യിൽ കിട്ടി. ഇന്ന് ഞാൻ എൻ്റെ 9ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇപ്പോൾ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. നാളെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് സാക്ഷ്യം പറയുമെന്ന്. നാളെ ഏപ്രിൽ 28-ാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞത് എനിക്ക് മെയ് മാസം 2026 മെയ് മാസത്തിന് മുമ്പ് ഒരു ഗവൺമെൻറ് ജോലി തന്ന് അനുഗ്രഹിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഈശോ വഴിയായിട്ട് സാധിച്ചു തന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോ എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എനിക്ക് ലഭിച്ചൊരു രോഗസൗഖ്യമാണ്. എൻ്റെ ലെഫ്റ്റ് ആക്സിലയിൽ ഒരു ചെറിയൊരു തടിപ്പ് പോലെ തോന്നി. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും ആക്സിലയുടെയും ബ്രസ്റ്റിൻ്റെയും സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നതുകൊണ്ട് തൈറോയിഡിൻ്റെ സ്കാനും കൂടെ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ സ്കാനിങ്ങിന് പോയപ്പോൾ കാശുരൂപം ഒക്കെ കൊണ്ടുപോയി വിശുദ്ധ ഉപ്പിട്ട് സ്കാനിങ്ങിൻ്റെ മെഷീൻ്റെ അടുത്ത് വിശുദ്ധ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാനൊരു അടയാളം ചോദിച്ചായിരുന്നു. അപ്പം സ്കാനിങ്ങിന് കയറി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂമിൽ എനിക്ക് നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ജപമാല റാലിയുടെ പത്രം, പരിശുദ്ധ അമ്മയുടെ ഈ ഫുൾ പിക്ചറോടുള്ള പത്രം എനിക്ക് അമ്മ ഒരു അടയാളമായിട്ട് തന്നു. അമ്മ എൻ്റെ കൂടെയുണ്ട്, അമ്മ സഞ്ചാരി മാതാവാണല്ലോ, അമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു അടയാളം എനിക്ക് തന്നു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ആക്സിലയുടെ ബ്രസ്റ്റിൻ്റെ സ്കാനിൽ യാതൊരു കുഴപ്പവും ഇല്ല, ഒരു മാരക രോഗങ്ങളും ഇല്ല, കൊഴുപ്പടിഞ്ഞതാണെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ തൈറോയിഡിൻ്റെ സ്കാനിൽ എനിക്ക് തൈറോയിഡിൽ 2 മുഴയുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള ലിംഫ് നോഡ് ഒരു ക്യാൻസറസ് ആയിട്ടാണ് തോന്നുന്നത്. റിപ്പോർട്ടിലുണ്ടായിരുന്ന മെറ്റാസ്റ്റാറ്റിക് ലിംഫഡിനോപ്പതി എന്നാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് അപ്പം തന്നെ പറഞ്ഞ് എത്രയും പെട്ടെന്നൊരു ഓൺഗോ സർജനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് എനിക്കപ്പോൾ തോന്നിയത് ഏറ്റവും ആദ്യം എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയണമെന്നാണ്. അങ്ങനെ ഞാനിവിടെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവിടെ കൃപാസനത്തിൽ വന്നു. അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് മാരകമായ ഒരു അസുഖങ്ങളും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എനിക്ക് അച്ഛന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അച്ഛനെ അൾത്താരെ വെച്ച് സൈത്ത് പൂശി എൻ്റെ തൊണ്ടയിൽ പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഡോക്ടറെ കണ്ടു, ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്തപ്പോഴേക്കും അതിൽ യാതൊരു ക്യാൻസർ സെല്ലും ഇല്ല, ഒരു കുഴപ്പവും ഇല്ലെന്ന് റിപ്പോർട്ട് വന്നു. എങ്കിലും ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ട് ഒരു MRI സ്കാൻ കൂടി ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ അത് ചെയ്തപ്പോഴും എൻ്റെ ലിംഫ് നോഡിന് യാതൊരു കുഴപ്പങ്ങളുമില്ല. അതുപോലെ 2 മുഴയുണ്ടെന്ന് പറഞ്ഞത് അത് 1 മുഴ മാത്രമേ ഉള്ളൂ. അതും ആദ്യത്തെ സ്കാനിങ്ങിലേക്കാളും തീരെ സൈസ് കുറവായിട്ടാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ സർജറി ഒന്നും ചെയ്യേണ്ട, ഒരു കുഴപ്പവും ഇല്ല. അതും എൻ്റെ ഈശോയും അമ്മ എനിക്ക് സൗഖ്യം തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എനിക്ക് ലഭിച്ച ഈ രോഗസൗഖ്യത്തിന് ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ മാസവും ഇവിടെ വന്ന് 2 കെട്ട് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുക്കും. പിന്നെ വിശേഷവിധിയായിട്ട് ചെയ്യുന്ന ഞാൻ PSC എക്സാമിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. അതിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് ഔട്ട് എടുത്ത് പിൻ ചെയ്ത്, അതുപോലെ തന്നെ ആദ്യമൊക്കെ ഞാൻ വചനങ്ങൾ പത്രത്തിൽ എഴുതുമായിരുന്നു. പിന്നെ ആയപ്പോൾ ഞാനൊരു ചെറിയ പീസ് പേപ്പറിൽ വചനങ്ങൾ എഴുതി അത് പത്രത്തോടൊപ്പം പിൻ ചെയ്ത് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞ് എൻ്റെ അനുഭവം പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഫുഡ് വീട്ടിലുണ്ടാക്കി കൊടുക്കും. ആദ്യമൊക്കെ ഹോസ്പിറ്റലുകളിലായിരുന്നു, ഇപ്പോൾ വഴിയരികിലൊക്കെ യാചകരായിട്ടിരിക്കുന്നവർക്കെല്ലാം ഫുഡ് കൊടുക്കും. അതുപോലെ തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മമാരുള്ളൊരു
അനാഥാലയത്തിൽ അവർക്ക് ഫുഡും പിന്നെ സാമ്പത്തികമായിട്ടും എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ കൊടുക്കാറുണ്ട്. പിന്നെ അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം അവരോട് ചോദിച്ചിട്ട് എന്താണോ ആവശ്യം എന്ന് ചോദിച്ചറിഞ്ഞിട്ട് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രോഗികളായിട്ട് കഴിയുന്നവരെ കാണാനും അവർക്കും കഴിയുന്ന പോലെയെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. തുടർന്നും ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജെറമ്യ 29:12-13 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ നിങ്ങൾ കണ്ടെത്തും. ജിനിമോൾ ജോസഫ് എന്ന ഈ സഹോദരി തനിക്കൊരു സ്ഥിര ജോലിക്ക് വേണ്ടി, സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള നിയോഗം അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുവാനാണ് ഉടമ്പടി എടുക്കുന്നത്. മകൾ പറഞ്ഞു, 2013 മുതൽ തുടർച്ചയായി സർക്കാർ ജോലി ലഭിക്കുന്നതിന് വേണ്ടി PSCയുടെ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും ഉൾപ്പെടാതെ മകളിങ്ങനെ ക്ലേശിച്ച് 10-12 വർഷത്തോളം മുന്നോട്ട് പോയിട്ടാണ് അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്ത് അവസാനത്തെ ഒരു പരീക്ഷ നഴ്സിങ്ങിൻ്റെത് മകൾ എഴുതുന്നത്. ആ പരീക്ഷ എഴുതുന്നതിന് മുമ്പായി വന്ന ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി വിശ്വസ്തതയിൽ ജീവിക്കുവാൻ തീരുമാനിക്കുന്നു. മാതാവിൻ്റെ സന്നിധിയിൽ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2026 മെയ് മാസത്തിന് മുമ്പ് മകൾക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി അമ്മയുടെ സംരക്ഷണം തേടിയാണ് പ്രാർത്ഥിക്കുന്നത്. മകൾ സാക്ഷ്യത്തിൽ ഉടനീളം പറഞ്ഞു, 9 എന്ന സംഖ്യ ആ ഉടമ്പടി എടുത്ത ദിവസം മുതൽ ഉടമ്പടിയുടെ ഓരോ മുന്നോട്ടുള്ള വഴികളിലും അനുഗ്രഹത്തിൻ്റെ അടയാളമായി അമ്മ നൽകിയിരുന്നു. അതുപോലെ തന്നെ അമ്മ അടയാളങ്ങളിലൂടെ, അത് തിരിയിലാവട്ടെ, സ്വപ്നങ്ങളിലാവട്ടെ, ഇൻ്റർവ്യൂവിന് പോകുന്ന ഇടങ്ങളിലാവട്ടെ, പരീക്ഷയുടെ ഇടങ്ങളിലാവട്ടെ, എല്ലായിടത്തും അമ്മ മാതാവിനെ കോറിലേറ്റ് ചെയ്യുന്ന അടയാളങ്ങൾ നൽകിക്കൊണ്ട് ആ ഉടമ്പടിയിലുള്ള മകളുടെ ഉടമ്പടി നിയോഗത്തെ അംഗീകരിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. മകൾ ഈ അൾത്താരയിൽ ഈ സാക്ഷ്യത്തെ പ്രത്യേകമാവിധം സമർപ്പിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, ഞാൻ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുവാൻ, ഉടമ്പടിയിൽ പറയുന്ന ഏതൊരു ചെറിയ കാര്യത്തെയും പൂർണ്ണമായ സന്തോഷത്തോടും ദൈവസ്നേഹത്തോടും കൂടി നിർവഹിക്കുവാൻ ഞാൻ ശ്രദ്ധ ചെലുത്തുമായിരുന്നു. അത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിലാണെങ്കിലും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിലാണെങ്കിലും അല്പം പോലും മടികൂടാതെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഓരോ കാര്യവും ചെയ്തു പോയിക്കൊണ്ടിരുന്നു. മകൾ പറയുന്നുണ്ട്, റാങ്ക് ലിസ്റ്റ് ഏതാണ്ട് ക്യാൻസലാകുവാൻ പോകുന്ന അവസാന അവസരമാണിത്. ആ ലിസ്റ്റിൽ നിന്ന് 14 ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ 14ാമത്തെ വ്യക്തിയായി മകളെ നിയമനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. അമ്മയുടെ കരങ്ങളിൽ നമ്മൾ വിശ്വാസപൂർവം ഒരു നിയോഗം സമർപ്പിക്കുകയും ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുകയും ചെയ്താൽ അവസാനത്തവനാണെങ്കിലും അമ്മ അതിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുഭകരമാക്കും. മകൾ ഡേറ്റിട്ടതുപോലെ അമ്മ അത് അംഗീകരിച്ച് അനുവദിച്ചു കൊടുത്തു. 2 ദിവസം കൂടിയേ ഉള്ളൂ മെയ് മാസം എത്തിച്ചേരുവാൻ. അതിനു മുമ്പ് മകളുടെ നിയോഗത്തെ സാധൂകരിച്ച് അനുഗ്രഹിച്ചു. മകൾ ആഗ്രഹിച്ചതുപോലെ സർക്കാർ ജോലി അമ്മ മാതാവ് നേടിക്കൊടുത്തു. മകളുടെ ജീവിതത്തെ ശുഭകരമാക്കി. മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിനും ആത്മീയ സംരക്ഷണത്തിനും ഉടമ്പടിയിലൂടെ ലഭിച്ച പ്രത്യേകമായ ദൈവാനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.